ഹലോ കുട്ടികളെ, നമ്മുടെ CBSE +2 ഫിസിക്സ് ബോർഡ് എക്സാം കഴിഞ്ഞു. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് കുട്ടികളുടെ ഒരു അഭിപ്രായം. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പേപ്പറായിരുന്നു അത്. കൂടുതൽ ക്വസ്റ്റ്യൻസും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലേക്കുള്ളതായിരുന്നു. ബട്ട് വിരലിൽ എണ്ണാവുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ടഫ് എന്നുള്ള ഫീലില്ല. പക്ഷേ ധാരാളം ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോമ്പറ്റേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സാധാരണ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് എക്സാം ഹാളിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു ലിബറൽ വാല്യുവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പം കേരളത്തിൽ വന്നിരിക്കുന്ന സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 ഈ മൂന്നിൻ്റെയും സെക്ഷൻ എ, ദറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻസേഴ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നല്ല ലിബറൽ വാല്യുവേഷനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സെറ്റ് 1ലേക്ക് പോവാം. ഓക്കെ, സെറ്റ് 1 ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A thin plastic rod is bent into a circular ring of radius capital R. It is uniformly charged with charge density lambda. The magnitude of electric field at its center is. ഓക്കെ, അപ്പം നമുക്കിതാ ഇതൊരു പ്ലാസ്റ്റിക് റോഡ് ബെൻഡ് ചെയ്ത സംഭവമാണെന്ന് നിങ്ങളങ്ങ് ഇമാജിൻ ചെയ്യുക ഇത്. ഓക്കെ, അപ്പോൾ അത് യൂണിഫോംലി ചാർജ്ഡ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ഇങ്ങനെയുണ്ട്, യൂണിഫോംലി ചാർജ്ഡാ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് സെൻറ്റർ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോൾ ഇതൊരു +Q ആണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ അറിയാമല്ലോ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിനെ റിപ്പൽ ചെയ്യും ഇങ്ങനെ. ഓക്കെ, സെൻറ്ററിൽ റിപ്പൽഷനാണ്. അതുപോലെ തന്നെ ഇവിടെ +Q ഉണ്ടെങ്കിൽ അതും റിപ്പൽ ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, അപ്പോൾ ക്യാൻസലായി പോകും. മനസ്സിലായോ? എന്താ, ഇവിടെ ഒരു +Q ഉണ്ടെങ്കിൽ അത് ഇതിനെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവിടെ ഒരു +Q ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് റിപ്ലൈ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ നെറ്റ് എന്തായിരിക്കും ഇവിടെ 0. ഓക്കെ, ഓപ്ഷൻ ബി, നോ ഡൗട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 10 capacitors, each of capacitance 1 microfarad, are connected in parallel to a source of 100 volt. The total energy stored in the system is equal to. ഓക്കെ, അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ½ CV². അപ്പോൾ ഇവിടെ സി കുറയാനുള്ളതുകൊണ്ട് എഫക്റ്റീവ് കൊടുക്കണം, V² എന്ന് വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ½ C എഫക്റ്റീവ്. ഇത് ഏതാ കണക്ഷൻ നോക്കുക, ഏത് കണക്ഷനാണ് നോക്കിക്കേ. കണക്ഷൻ എന്ന് പറയുന്നത് 10 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈച്ച് ഓഫ് കപ്പാസിറ്റർ 1 മൈക്രോഫാരഡ് ആണ്, കണക്റ്റഡ് ഇൻ പാരലലാണ്. അപ്പോൾ പാരലൽ ആകുമ്പോൾ കപ്പാസിറ്റേഴ്സിൽ നമുക്കറിയാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ n കപ്പാസിറ്റേഴ്സ് പാരലൽ NC ആണ്. അപ്പോൾ 10 കപ്പാസിറ്റർ 10C ഇൻറ്റു V². അപ്പോൾ നമുക്ക് നോക്കാം, 10/2 5 അല്ലേ. സി എത്രയാണ്, 1 മൈക്രോഫാരഡ്. 1 മൈക്രോ എന്ന് വെച്ചാൽ 10⁻⁻6. 1 മൈക്രോ 10⁻⁻6. V എത്രയാണ്, 100 വോൾട്ട്. 100ൻ്റെ സ്ക്വയർ 10,000, ദാറ്റ് ഈസ് 10⁻4. അപ്പം നമുക്കെന്ത് കിട്ടും, 5 × 10⁻²2 ജൂൾസ്. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി. 1B 2D. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് A ആൻഡ് B. ഇത് A, ഇത് B അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവും ഫേസ് ടു ഫേസാണ്. അപ്പോൾ ഇതിനകത്തുള്ള നെറ്റ് വരിക, നെറ്റ് EMF, ഈ നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 12-6 ആയിരിക്കും, 6 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് E1 എന്നും ഇത് R1 എന്നും എടുക്കാം, ഇതോ E2 എന്നും ഇത് R2 എന്നും എടുക്കാം. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് കറണ്ട് ഇത് ഇവിടെ നിന്നായിരിക്കും വരിക. കാരണം ഈ 6 എന്ന് പറയുന്ന ഈ വോൾട്ട് ഇയാളതാണ്, 12 വോൾട്ടിൻ്റെതാണ് ഇത്. ഓക്കെ, ഇങ്ങനെയാണ് കറണ്ട് പോവുക. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്
E2 ചാർജ് ചെയ്യപ്പെടും, E1 ഡിസ്ചാർജ് ചെയ്യപ്പെടും. അപ്പം നിങ്ങൾക്കറിയാം ഇതിനെ എക്കും ബിക്കും ഒക്കെ സ്ഥല വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ E1 കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജാണ്. അപ്പം ഞാൻ എഴുതി വി എ ബി ഇസ് ഈക്വൽ ടു E1 ടേംസിൽ ഇതാണ് E1 ടെർമിനൽ വോൾട്ടേജ് V ഈക്വൽ ടു E മൈനസ് ഐ ഇൻറ്റു ആർ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ E1 മൈനസ് ഐ ഇൻറ്റു R1. ഓക്കെ, E1 എത്രയാ? ഇത് 12 വോൾട്ട് മൈനസ് ഐ എത്രയാ? ഐ 6 ആണ്. നെറ്റ് വോൾട്ടേജ് 6 ആണ് ഡിവൈഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് 0.5ഉം 1ഉം, അപ്പോൾ 1.5. R1 എത്രയാ? 1. അപ്പോൾ 12 മൈനസ് 6 ബൈ 1.5 4 അല്ലേ? അപ്പോൾ ഇൻറ്റു 1 ദറ്റ് ഈസ് അപ്പോൾ 8 വോൾട്ട്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ദറ്റ് ഈസ് ദി ആൻസർ. കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ലൂപ്പ് ക്യാരിയിങ് എ കറണ്ട് ഐ ക്ലോക്ക് വൈസ് ഇസ് പ്ലേസ്ഡ് ഇൻ XY പ്ലെയിൻ in a uniform magnetic field directed along Z axis. Okay, the tendency of the loop will be, okay, അപ്പോൾ XY പ്ലെയിനിലാണ്. നമുക്ക് ഇങ്ങനൊരു XY പ്ലെയിൻ എടുക്കാം. ഇതിപ്പം XY പ്ലെയിനാണ്. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ക്ലോക്ക് വൈസിൽ കറണ്ട് പോകുന്നുണ്ടെന്നല്ലേ. അപ്പം നമുക്ക് ക്ലോക്ക് വൈസിൽ കറണ്ട് എടുത്തു വാ. കറണ്ട് ക്ലോക്ക് വൈസാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു DL എടുത്തു നോക്കാം. ഇവിടെ ഒരു DL സെഗ്മെൻറ്റും ഇവിടെ ഒരു DL സെഗ്മെൻറ്റും എടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ കണ്ണിലേക്ക്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ് ഡയറക്ഷൻ നമുക്കറിയില്ല. അല്ലെങ്കിൽ ഡയറക്ഷൻ നിങ്ങളൊന്ന് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇത് കണ്ടോ, നിങ്ങളുടെ തെമ്പ് മാഗ്നറ്റിക് ഫീൽഡാണല്ലോ. ഫസ്റ്റ് ഫിംഗർ നിങ്ങളുടെ കണ്ണിലേക്ക് വയ്ക്കുക. പിന്നെ DL താഴേക്കും. അപ്പോൾ നോക്കൂ, ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ കാണാം. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ഫിംഗർ നിങ്ങളുടെ കണ്ണിലേക്ക്, ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഔട്ട്വേർഡ് ദി പ്ലെയിൻ ആയിരിക്കും എന്ത് മാഗ്നറ്റിക് ഫീൽഡ് വരിക, നിങ്ങളുടെ കണ്ണിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ DL താഴേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക്. അപ്പോൾ എന്താ? DL എന്ന് വെച്ചാൽ മിഡിൽ ഫിംഗർ താഴേക്ക് വയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫസ്റ്റ് ഫിംഗർ കണ്ണിലേക്കും. അപ്പോൾ ഇങ്ങനെ വരും തമ്പ്, അതായിരിക്കും ഫോഴ്സ്. അപ്പോൾ ഇവിടെ എന്താ? ഫോഴ്സ് ഇങ്ങനെ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ മിഡിൽ ഫിംഗർ മേലേക്ക് വയ്ക്കുക. മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും കണ്ണിലേക്ക് തന്നെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെയും ഫോഴ്സ് വരും. ഇവിടെയാണെങ്കിലോ താഴേക്ക് മേലേക്ക്. അപ്പോൾ ഷ്രിങ്ക്. ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി. ഫോർത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ 10 centimeter long wire lies along y-axis. It carries a current of 1 ampere in positive y direction. A magnetic field B, 5 mt millitesla J cap. That is, ഇത് y ആക്സിസിലേക്കാണ്, പോസിറ്റീവ് y ആക്സിസിലേക്ക്. ഇതോ -8 mt K ക്യാപ്പിലേക്കാണ്. അത് K ക്യാപ്പ്. അപ്പോൾ അതേതാ ഡയറക്ഷൻ? അത് പോസിറ്റീവ് Z ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഫോഴ്സ് ഓൺ ദ വയർ ഈസ്. ഓക്കെ, ഫോഴ്സ് കാണണം. ഫോഴ്സ് ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B. ഓക്കെ, ദാറ്റ് ഈസ് ILB സൈൻ തീറ്റ. അപ്പം നമുക്കിവിടെ വെക്ടർ ഫോമിലുള്ളതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ I എത്രയാണ്? 1 ആംപിയർ. ഓക്കെ, എല്ലോ ലെങ്ത് നോക്കൂ, 10 centimeter ലോങ് വയർ ആണ്. അപ്പോൾ 0.1. അതെങ്ങോട്ടേക്കാണ്? ലോങ് വയർ 10 centimeter long wire lies along y axis. It carries a current of 1 ampere in the positive
വൈ ഡയറക്ഷൻ. അപ്പോൾ അതെന്താ ജെ ക്യാപ്. ഓക്കെ, ഇതാണ് അത്. ക്രോസ് മറ്റെന്താ ബി. ബി ഇത്രയുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ അത് എഴുതാം, കംപ്ലീറ്റ് ചെയ്താം. എത്ര വരിക? 5 mt ജെ ക്യാപ് മൈനസ് 8m കെ ക്യാപ്. ഓക്കെ, അപ്പോൾ ഇത് 1 ആണ്, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. 0.1 ജെ ക്യാപ്, 0.1 ജെ ക്യാപ് ക്രോസ്. നോക്കൂ, ജെ ക്യാപ് ക്രോസ് ജെ ക്യാപ്, ജെ ക്യാപ് ക്രോസ് ജെ ക്യാപ്, ജെ ക്രോസ് കെ, ജെ ക്രോസ് ജെ നിങ്ങൾക്കറിയാം 0 ആയി പോകും, സൈൻ 0 0. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെയോ 0.1 ജെ ക്യാപ് ക്രോസ് മൈനസ് 8m കെ ക്യാപ്, മൈനസ് 8m കെ ക്യാപ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വരുന്നത് നോക്കൂ, മൈനസ് 0.1 ഇൻറ്റു 0.8, അപ്പോൾ എത്ര വരിക? 0.8m. ജെ ക്രോസ് കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ജെ ക്രോസ് കെ എന്താ? ഐ ജെ കെ എന്ന് നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ജെ ക്രോസ് കെ ഈക്വൽ ടു ഐ ക്യാപ്പ്. അപ്പോൾ ഐ ക്യാപ്പ് 0.8m ടെസ്ല. നമുക്കെന്താ ടെസ്ല ഉണ്ടല്ലോ യൂണിറ്റ്, ഫോഴ്സ് ആണല്ലേ. ഇത് ടെസ്ല ഉണ്ടാവും, കുഴപ്പമില്ല. ടെസ്ല കറണ്ട് ഇതൊക്കെ വരുമ്പോൾ അത് നമ്മൾ ഫോഴ്സ് ന്യൂട്ടണിലേക്ക് മാറും. ഇത്രയും ന്യൂട്ടൺ, ദറ്റ് ഈസ് 0.8m മില്ലി ന്യൂട്ടൺ ജെ ക്യാപ്, സോറി ഐ ക്യാപ്. അപ്പോൾ ആൻസർ ഇത് വരും ഓപ്ഷൻ ബി. ദറ്റ് ഈസ് ആൻസർ. മൈനസ് ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ബി കേട്ടോ, ഓപ്ഷൻ എ എഴുതരുതേ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് ജി ഓം ഈസ് കൺവേർട്ടഡ് ടു ആൻ അമ്മീറ്റർ റേഞ്ച് 0 to a if the current through galvanometer is 0.1%. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത്. എക്സ്ട്രാ, അപ്പോൾ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഗാൽവനോമീറ്റർ ആണെങ്കിൽ അതിന് ഇതൊരു ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് അമ്മീറ്റർ ആക്കുമ്പോൾ പാരലായിട്ട് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും, സ്മോൾ റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതാണ് ഐ, ഇത് ഐ ജി, ഗാൽവനോമീറ്ററിൽ പോകുന്ന കറണ്ട്. ഇത് ഐ മൈനസ് ഐ ജി എന്നൊക്കെ നമുക്കറിയാവുന്ന. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് എത്രയാണെന്നാണ്. ദറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ. ഈ കാണുന്നതാണ് അമ്മീറ്റർ എന്നറിയാം അല്ലേ. അമ്മീറ്റർ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ അമ്മീറ്റർ, റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ എന്ന് വെച്ചാൽ ആകെ ഇതിനകത്തുള്ള റെസിസ്റ്റൻസ് രണ്ടെണ്ണം, ജിയും എസ്സും. അപ്പോൾ എന്താ, ജി ഇൻറ്റു എസ് ബൈ ജി പ്ലസ് എസ്, ഇങ്ങനെയാണ്. അതാണ് കട്ട് ഇക്വേഷൻ 1. അപ്പോൾ ജിയുടെ ടേംസിലാണ് ആൻസർ അല്ലേ, ജിയുടെ ടേംസിലാണ്. ജി നമുക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി എസ് കാണണം. എസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ, ഐ ജി ഇൻറ്റു ജി ബൈ ഐ മൈനസ് ഐ ജി. അവിടെ എഴുതി കഴിഞ്ഞാൽ വാല്യൂസ് എടുക്കാൻ ബുദ്ധിമുട്ടാവും അല്ലേ. എന്താ, എസ് ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ബൈ ഐ മൈനസ് ഐ ജി, ഇങ്ങനെ കിട്ടും. അപ്പോൾ വാല്യൂ കൊടുക്കുകയാണ്. ഐ ജി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, ഇഫ് ദ ഐ തന്നിട്ടുണ്ട് 0 to 1. ഇഫ് ദ കറണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുകയാണ്. ഐ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ 0 to 1 ആംപിയർ, അപ്പോൾ 1 ആംപിയർ. മറ്റേതോ, ഇഫ് ദ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ ഇസ് 0.1% ഓഫ് ഐ, 1 ആംപിയർ, 0.1% ഓഫ് ഐ എന്നല്ലേ. ഇത് 0 to ഐ എന്നായിരിക്കാം. ഐ ആണ്. അപ്പം നമുക്ക് ഐ ജി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.1 by 100 ഓഫ് ഐ. ഓക്കെ, ഐ ആംപിയർ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, ഇത് 0 to 1, അപ്പോൾ 1/1000 എന്ന് എഴുതി കൂടെ എഴുതാം ഐ. അപ്പോൾ ഞാൻ ഐ ജീനെ എന്ത് കിട്ടും, ഐ ബൈ 1000 ഇൻറ്റു ജി ഹോൾ ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ജി എന്താ, ഇപ്പം നമ്മൾ കണ്ടു ഐ ബൈ 1000. ഓക്കെ, അപ്പോൾ ഐ എല്ലാത്തിനും കട്ടായി.
അപ്പോൾ മുകളിൽ ജി ഉണ്ടാവും, അടിയിലൊരു 1000 ഉണ്ടാവും. ഇവിടെ 1 മൈനസ് 1/1000. അപ്പോൾ എന്ത് കിട്ടും? ജി ഡിവൈഡ് ബൈ 1000. ഇതെന്താ? 1000 മൈനസ് 1 9999 അല്ലേ, ബൈ 1000. 1000 കട്ടായി. അപ്പോൾ ഷണ്ട് ഈസ് ഈക്വൽ ടു കിട്ടി ജി ബൈ 999. ഓക്കെ, ഷണ്ടാണ് കിട്ടിയത്, നമുക്ക് കാണേണ്ട ഇതാണ്. അപ്പോൾ എന്താ? ജി ഇൻറ്റു ജി ബൈ 999 ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ് എന്താ? ജി ബൈ 999. അപ്പോൾ എങ്ങനെ വരും ഇവിടെ? ജി സ്ക്വയർ ബൈ 999. ഇത് തിരിച്ചില്ല അല്ലേ? എന്താ കിട്ടുക? 999 ജി പ്ലസ് ജി, അപ്പോൾ എന്ത് കിട്ടും? 1000 കിട്ടും. 1000 ജി ഡിവൈഡഡ് ബൈ 999. ഓക്കെ, ദാറ്റ് ഈസ് അങ്ങ് മേലേക്ക് പോകും. അപ്പോൾ ഇതും കട്ടായിപ്പോയി, ഒരു ജിയും കട്ടായി. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ ഈസ് ഈക്വൽ ടു ജി ബൈ 1000 എന്നാണ് കിട്ടുക. നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ജി ബൈ 1000. അപ്പോൾ ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ആൻസർ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കൂ. The reactance of a capacitor of capacitance C connected to an AC source of frequency omega is X. Okay, if the capacitance of the capacitor is doubled and the frequency of the source is tripled, the reactance will be. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ X is equal to നിങ്ങൾക്ക് അറിയാം, കപ്പാസിറ്റൻസ് ആകുമ്പോൾ എന്തായിരുന്നു? 1/ωc, ദാറ്റ് ഈസ് 2π ന്യൂ ഇൻറ്റു സി ആ, അത് എക്സാ. ഇനി പുതിയതെന്താ? 1/2π ന്യൂ. ഫ്രീക്വൻസി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് ഈസ് ട്രിപ്പിൾഡ്, അപ്പോൾ 3 ന്യൂ ആയി. കപ്പാസിറ്റൻസ് ബിക്കംസ് ഡബിൾഡ്, അപ്പോൾ 2c. അപ്പോൾ ഇതെന്താവും? 1/2π ന്യൂ സി ഇൻറ്റു 1/6 എന്നാവും. ഈ സാധനം എന്താ? എക്സാ. അപ്പോൾ x ഡാഷ് ഈക്വൽ ടു x/6. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 നോക്കാം. In the 4 regions 1, 2, 3 and 4, the electric fields are described as region 1 Ex equal to E0 sin kx minus omega t. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നുണ്ട്, ഇത് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നില്ല. റീജിയൻ 2 ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. റീജിയൻ 3യും kx ഒക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്, ടൈം ഡിപ്പെൻഡൻ്റ് അല്ല. റീജിയൻ 4ഉം അല്ല. ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് വിൽ എക്സിസ്റ്റ് ഇൻ ദ റീജിയൻ, നോ ഡൗട്ട്, ഓപ്ഷൻ എ. ഒന്നിൽ മാത്രം, റീജിയൻ 1ൽ മാത്രമാണ് എന്ത്? ടൈം വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെഫിനിഷനിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വേരി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റ് വേരി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ടാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന്. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ നോക്കാം. ഒക്കെ ഉണ്ടോ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആവുന്നുണ്ട്. ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഗീവ് റൈസ് ടു ഫോർമേഷൻ ഓഫ് സെക്കൻഡ് സ്പെക്ട്രൽ ലൈൻ ഓഫ് ബാൾമർ സീരീസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം കറസ്പോണ്ട് ടു. ബാൾമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, NF എന്താ? ഫൈനലി ഉണ്ടാവുന്നത് സെക്കൻഡാണ്. NI എന്താ? ഇനീഷ്യലി 3, 4, 5 അങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് ബാൾമർ എന്ന് വെച്ചാൽ 3 വരും, സെക്കൻഡ് ബാൾമർ എന്ന് വെച്ചാൽ 4 വരും. അപ്പോൾ NF ഈക്വൽ ടു NI ഈസ് ഈക്വൽ ടു 4, ഓപ്ഷൻ സി. നെക്സ്റ്റ് ഉണ്ടോ? 10th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത് ആർസനിക്, 15th ഗ്രൂപ്പ് ആണല്ലോ, എന്നുവെച്ചാൽ 5 വാലൻസി ഡ്യൂ ടു ഡോപ്പിംഗ്. ദ സ്ട്രക്ചർ ഓഫ് ജെർമേനിയം ലാറ്റിസ് ഇസ് ഡിസ്റ്റോർട്ടഡ്, ദ നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻക്രീസസ്. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺ ഇൻക്രീസസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇല്ല, ബാക്കി എന്താ വരാത്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, കൂടുതലും പറയുന്നില്ല. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ നോക്കൂ. 2 beams A and B whose photon energies are 3.3 electron volt and 11.3 electron volt respectively illuminate a metallic surface. Work function 2.3. Okay, work function 2.3 ആണ് metal surface successively. The ratio of maximum speed of electrons emitted due to beam A to that due to beam B is. Okay, അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കൈനറ്റിക് എനർജി 2 കേസിലും കാണാൻ പറ്റും. കൈനറ്റിക് എനർജി ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കറിയാം, ഓർമ്മയുണ്ടല്ലോ എന്താണ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു
വർക്ക് ഫങ്ഷൻ പ്ലസ് കെ മാക്സാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജികൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താ 50 മൈനസ് ഇ എന്ന് കൊടുക്കാം എനർജി. ഓക്കെ, 50 2.3 നോ ഡൗട്ട്. ഓക്കെ, കെ മാക്സ് ഈക്വൽ ടു നേരെ തിരിച്ചല്ലേ, തിരിച്ചാണ് വരിക. കെ മാക്സ് ഈക്വൽ ടു എന്താ വരിക, കെ മാക്സ് ഈക്വൽ ടു ഇ മൈനസ് 50. അപ്പോൾ ഇ നോക്കൂ, എയുടെ നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ഈക്വൽ ടു 3.3 മൈനസ് 50 2.3. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ബി എത്ര വരും, 11.3 മൈനസ് 2.3, അപ്പോൾ 9 വരും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് മാക്സിമം സ്പീഡാണ്. കെ മാക്സ് കിട്ടി. അപ്പോൾ കെ മാക്സ് കൈനറ്റിക് എനർജി ഓഫ് എ എത്രയായിരുന്നു, 1 ആണ്, 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഹാഫ് എം മാസ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ എനർജീസ്, മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണത്. അപ്പോൾ വി സ്ക്വയർ, അത് ഫസ്റ്റ് കേസിൽ ഇത് വി ഓഫ് എ എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഹാഫ് എം ഇലക്ട്രോൺ തന്നെ വി ബി സ്ക്വയർ ഈക്വൽ ടു 9 ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ ഈ റേഷ്യോ എടുത്തപ്പോൾ വരെ നമുക്ക് ഈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതും കട്ടായിപ്പോയി, ഇലക്ട്രോൺ വോൾട്ടും കട്ടായി. അപ്പോൾ വി എ ബൈ വി ബി ഈക്വൽ ടു √1/9, ദറ്റ് ഈസ് 1/3. അപ്പോൾ നമുക്ക് എ ടു ബി അല്ലേ ചോദിച്ചേ, ദ മാക്സിമം സ്പീഡ് ഓഫ് വി എ ബൈ വി ബി 1/3, ഓപ്ഷൻ സി, ദറ്റ് ഇസ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ നോക്കൂ. The waves associated with a moving electron and a moving proton have the same wavelength lambda. It implies that they have the same. ഓക്കെ, അപ്പോൾ ലാംഡ ഇസിക്കൽ ടു നിങ്ങൾക്കറിയാം ഡിബ്രോളി വേവ് ലെങ്ത് ലാംഡ ഇസിക്കൽ എച്ച് ബൈ ഡിബ്രോളി വേവ് ലെങ്ത് ആണല്ലോ, മൂവിങ് പാർട്ടികളായിട്ട് അസോസിയേറ്റ് എടുക്കുന്ന വേവ് ലെങ്ത് ഡിബ്രോളി വേവ് ലെങ്ത് ആണ്, h/p ആണ്. അപ്പോൾ എച്ച് കോൺസ്റ്റന്റ് ആണ്, പി സെയിം ആയാലാണ് സംഭവം നടക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13, അസേർഷൻ റീസൺ ടൈപ്പ്. നോക്കൂ, ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് the kinetic energy of the emitted photoelectrons increases with increase in the intensity of incident light. ഒരു കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, കൈനറ്റിക് എനർജി ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഇൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തേ ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, അസേർഷൻ ഈസ് റോങ്. പിന്നെ നോക്കൂ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. വേവ് ലെങ്ത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മാറുക, ഫ്രീക്വൻസി കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ല ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടണമെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടണം കേട്ടോ. അപ്പോൾ റോങ്. അപ്പോൾ ഏതാ വരിക, രണ്ടും റോങ്. അസേർഷൻ എ ഫോൾസ്, റീസൺ ആർ ഓൾസോ ഫോൾസ്. അപ്പോൾ ഓപ്ഷൻ ഡി, ദറ്റ് ഇസ് ആൻസർ. 14th ക്വസ്റ്റ്യൻ നോക്കൂ. അസേർഷൻ എ, ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ഈസ് മാക്സിമം വെൻ ദ കോയിൽസ് ആർ wound on each other. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണ് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫൈ ഈസ് ഈക്വൽ ടു എം ഐ എന്ന്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 5/I ആണ്. അപ്പോൾ ഫൈ മാക്സിമം ആകുമ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാക്സിമം ആകും. അപ്പോൾ ഇത് ട്രൂ ആ. ദ ഫ്ലക്സ് ലിങ്കേജ് ബിറ്റ്വീൻ ടു കോയിൽസ് ഈസ് മാക്സിമം ദേ ആർ വോണ്ട് ഓൺ ഈച്ച് അതർ. അതെ, ഫ്ലക്സ് ലിങ്കേജ് മാക്സിമം ആകുമ്പോൾ രണ്ടും ഒന്ന് തന്നെ വോണ്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവില്ല, അപ്പോൾ അത് മാക്സിമം. അപ്പോൾ രണ്ടും കറക്റ്റാണ്. അപ്പോൾ എ. വൺ ടീമാണ് ഫ്ലക്സ് മാക്സിമം, അത് ഓക്കെ, ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ നോക്കൂ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 15, two long parallel wires freely suspended and connected in series to a battery move apart. ഓക്കെ, അതാണോ നമുക്ക് നോക്കാം. രണ്ട് വയേഴ്സ് പാരല. ഇപ്പോൾ നോക്കൂ, ഇതൊരു വയർ,
അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു വയർ ഉപയോഗിച്ചിട്ട്, സെല്ല് ഉപയോഗിച്ചിട്ട്. സീരീസായിട്ട് പാരൽ വയേഴ്സാണ്, പക്ഷേ സീരീസിൽ കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സെല്ലാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഉണ്ടാവും, കറണ്ട് ഈ രീതിയിൽ പോകുന്നുണ്ടാവും, ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരൽ കണ്ടക്ടേഴ്സ്, കറണ്ട് ക്യാരിങ് പാരൽ കണ്ടക്ടേഴ്സ്, ടു ലോങ് പാരൽ ഫീൽഡ് സസ്പെൻഡഡ് ബാറ്ററി മൂവ് അപ്പാർട്ട്. ഓക്കെ, രണ്ട് പാരൽ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അത് അവരുടേതായ മാഗ്നറ്റിക് ഫീൽഡിലാണ് നിൽക്കുക. നിങ്ങൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരൽ കണ്ടക്ടേഴ്സ് പഠിച്ചാണ്. അപ്പോൾ കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും, കറണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ മൂവ് അപ്പാർട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, മനസ്സിലായി. പിന്നെ നോക്കൂ, ടു വയേഴ്സ് ക്യാരിങ് കറണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിപ്പൽ ഈച്ച് അതർ. റീസൺ കറക്റ്റാണ്, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റിപ്പൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൂവ് അപ്പാർട്ട്. ഓക്കെ, അപ്പോൾ റീസണും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ. നെക്സ്റ്റ് assertion, plane and convex mirrors cannot produce real image under any circumstances. അത് റോങ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കൺവേർജിങ് റേസ് ഒക്കെ ആണെങ്കിൽ പ്ലെയിൻ മിറർ, ഇപ്പോൾ ഇതൊരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് റേ വരികയാണെങ്കിൽ എന്താവും, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ റിയൽ ഇമേജ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ അത് റോങ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, എ വിർച്വൽ ഇമേജ് കനോട്ട് സെർവ് എസ് എൻ ഒബ്ജക്റ്റ്. വിർച്വൽ ഇമേജ് വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കാറൊക്കെ ഉണ്ട്, അതും തെറ്റാണ്. അപ്പോൾ ഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മുടെ സെറ്റ് 1 MCQ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമുക്ക് സെറ്റ് 2 പോവാം. ഓക്കെ, നമുക്ക് സെറ്റ് 2 നോക്കാം. സെറ്റ് 2. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സെയിം തന്നെ ഉണ്ട്. ഇതിനകത്ത് ടിക്കറ്റ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ടേ, അത് നോക്കണ്ട, അത് കുട്ടികൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് 1 ചെയ്ത് തന്നെ, അത് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ കേട്ടോ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ടിക്ക് വേണ്ട, ഇതിനകത്ത് കൺഫ്യൂഷൻ ആവും, ഇതാക്കാം. ഓപ്ഷൻ ബി 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ല അല്ലേ. എ ചാർജ്ഡ് സ്ഫിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ഹാസ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇറ്റ് സർഫസ് ഈസ് ഇ. അപ്പം നമ്മൾ സ്പെറിക്കൽ ഷെല്ല് നമ്മൾ പറഞ്ഞതാ, അതാണ് സംഭവം. അത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചതാണേ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഡിസ്റ്റൻസ് സ്മോൾ ആറും ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ റേഡിയസ് ക്യാപിറ്റൽ ആറും ആണെങ്കിൽ സർഫസിലുള്ളത് നിങ്ങൾക്കറിയാം, ഈ ഈക്വൽ ടു എന്താ, സിഗ്മ ബൈ എപ്സിലോൺ 0 ആണേ. സിഗ്മ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും. അപ്പോൾ ആർ സ്ക്വയർ കട്ടായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സർഫസ് ഈസ് ഇ തന്നിട്ടുണ്ട്, ഇ. ഓക്കെ, അടുത്ത പറയുകയാണ്, ഇഫ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ഇസ് ഡബിൾഡ്. റേഡിയസ് സ്പിയറിൻ്റെ റേഡിയസ് ഡബിൾ ചെയ്തു എന്ന്. കീപ്പിംഗ് ചാർജ് ഡെൻസിറ്റി സെയിം. ചാർജ് ഡെൻസിറ്റി സെയിമാ. ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇറ്റ്സ് ഓൾഡ് സ്പിയർ ടു സ്പിയർ ഈസ്. ഒരു ചേഞ്ചും ഉണ്ടാവില്ല. കാരണം എന്താ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇതിനെ റേഡിയസിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സിഗ്മ സെയിമാന്ന് പറയുന്നുണ്ട്, എപ്സിലോൺ 0 പിന്നെ ഉള്ളത്, അപ്പോൾ സെയിം തന്നെ വരും. ഓക്കെ, അപ്പോൾ 1:1 റേഷ്യോ. അപ്പോൾ ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ എ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് ആസ്ക്ഡ് ടു കണക്ട് 4 cells, each of EMF E and internal resistance R in series, but she or he connects one cell wrongly in series with the other cells. The equivalent EMF and the equivalent internal resistance of the combination will be. അപ്പോൾ അത് ഒന്ന് നോക്കിയതാ, സെല്ല് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, എങ്ങനെ 4 സെല്ലുണ്ട് അല്ലേ. അപ്പോൾ 2 മര്യാദ കണക്ട് ചെയ്തു. പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റോങ് ആയിട്ട് കണക്ട് ചെയ്തു. ഇത് കണ്ടോ, അപ്പോൾ ഇത് ഇ, ഇത് ഇ, ആ രണ്ടും ആഡ് ചെയ്യപ്പെടും. ഇത് ഇ, ഇത് ഇ. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് ഇൻ്റർണൽ റെസിസ്റ്റൻസ് ഉണ്ട് ഓരോന്നിനും, ആർ ആർ ആർ. അപ്പോൾ റോങ്ലി കണക്റ്റഡ്, ഈക്വലൻ്റ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തെന്ന് വിചാരിക്കും. ഇതിനകത്ത്
ഈ ഇയും കട്ടായി പോകും. കാരണം എന്താ, ഇതിൻ്റെ നെഗറ്റീവ് ഫേസ് ടു ഫേസ്, അത് കട്ടായി പോകും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, അപ്പോൾ രണ്ടും ആഡ് ചെയ്യും. അപ്പോൾ ഈ എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2e ആയിരിക്കും. R എഫക്റ്റീവ് നോ ഡൗട്ട് സീരീസിലായതുകൊണ്ട് 4R. ഓക്കെ, 2e ആൻഡ് 4R. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A piece of wire bent in the form of a circular loop A carries a current I. The wire is then bent into the circular loop B of 2 turns and carries the same current. The ratio of the magnetic field at the center of the loop A to that of the B is. അപ്പോൾ നമ്മൾ ആദ്യം സർക്കുലർ ലൂപ്പ്, ഇപ്പോൾ ഇത് ഇങ്ങനെയാണ്. ആദ്യത്തേത് ഇതാണെന്ന് വെച്ചോളൂ, കുറച്ച് വലുതാണ്. അപ്പോൾ എ റേഡിയസ് ആണെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ളത് നിങ്ങൾക്കറിയാം, ബി ഈസ് ഈക്വൽ ടു ബി ഓഫ് എ, അതിൻ്റെ ക്യാപിറ്റൽ എ കൊടുക്കുക, μ0I/2a, അതറിയാം. പിന്നെ ഇതിനെ രണ്ട് ലൂപ്പുള്ള ചെറുതാക്കി, രണ്ട് ലൂപ്പുള്ളതാക്കി. ഇതിപ്പോൾ ഞാൻ ശരിക്കും ഒരേ സൈസ് തന്നെയാണ്, രണ്ട് ലൂപ്പുള്ളതാക്കി. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് മാറും, എ ഡാഷ് എന്നാവും അല്ലേ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ളത് എന്തായിരിക്കും നോക്കൂ, ബി ഈസ് ഈക്വൽ ടു എന്താ, μ0 മാറില്ല, കറണ്ടും മാറില്ല. പിന്നെന്താ 2a, എ എന്നുള്ളത് എ ഡാഷ് എന്നാവും. പിന്നെ ടേൺസ് കൂടി, അപ്പം നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് വിട്ട് കഴിഞ്ഞാൽ പോയി കേട്ടോ. അപ്പോൾ എന്നും കൂടെ വരും. അപ്പോൾ ഇതിങ്ങനെ റേഡിയസ് കാണുക, പെരിമീറ്റർ മാറുന്നില്ല. ആദ്യത്തെ പെരിമീറ്റർ 2πa, ഇപ്പോഴത്തെ പുതിയ പെരിമീറ്ററോ 2 × 2πa ഡാഷ്. ഓക്കെ, അപ്പം നമുക്ക് 2π കട്ടായി, എ ഡാഷ് ഈസ് ഈക്വൽ ടു a/2. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്, 2, 2 പീസാണ് ആവുന്നത്. അപ്പോൾ ഇതെന്ത് കിട്ടും, ബി ഈസ് ഈക്വൽ ടു μ0I × 2 ഡിവൈഡ് ബൈ 2, എ ഡാഷ് എന്നുള്ളത് a/2. അപ്പം ഈ 2 അങ്ങ് മേലേക്ക് പോകും അല്ലേ, ഈ 2 അങ്ങ് മേലേക്ക് പോകും. അപ്പോൾ എന്താവും, ബി ഈക്വൽ ടു μ0I/2a × 4. അപ്പോൾ ഇത് ബി രണ്ടാമത്തെ ആൾ ബി അല്ലേ പറഞ്ഞത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 4 ടൈംസ് BA. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്, ബി അറ്റ് ദ സെൻറ്റർ എ ടു ദാറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ BA/BB ഈസ് ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ 1/4. ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്താൽ വരും ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമ്മൾ പേപ്പർ 1 സെറ്റ് 1 നമ്മൾ ചെയ്തതാണ്. ഇത് തന്നെ, ഇത് ഡി ആണ്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നമ്മൾ പേപ്പർ സെറ്റ് 1 ചെയ്തു, G/1000, ഓപ്ഷൻ ബി. ഇത് നമ്മൾ ചെയ്തില്ല, ചെയ്ത് നോക്കാം. എ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നെറ്റിക് ഫീൽഡ്. കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പാണ് അല്ലേ, 50 മില്ലി ടെസ്ല ഇസ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നെറ്റിക് ഫീൽഡ്. അപ്പോൾ ഏരിയ വെക്ടറിന് പാരലാണ്. ദ റേഡിയസ് ഏരിയ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്, അല്ല ഏരിയ വെക്ടറിന് പാരലാണ് കേട്ടോ. ഏരിയ വെക്ടറിന് പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ വെക്ടർ ഔട്ട്വേർഡ് നോർമൽ ആണല്ലോ, അപ്പോൾ അത് പാരലാണ്. ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ് ഈസ് മേഡ് ടു ഷ്രിങ്ക് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് 1 mm/s. At the instant the radius of the loop is 4 cm. The induced EMF of the loop is, അതിപ്പോൾ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് അല്ലേ, അപ്പോൾ യൂണിഫോം മാഗ്നെറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅/dt. ന്യൂമറിക്കൽ d∅/dt. അപ്പോൾ d/dt ഓഫ് ബി ഇൻറ്റു എ എന്നുള്ളത് πr². θ 0 ഡിഗ്രി ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, അങ്ങനെ വരും. ബി യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പൈ യൂണിഫോം, അപ്പോൾ d/dt ഓഫ് r² എന്ന് വരും. അപ്പം നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, d/dt r² ഇങ്ങനെ ഇട്ടു, dr മേലെ ഇട്ടു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും b × ba. അപ്പോൾ dr/dt ×
d/dr(r²) ഇങ്ങനെ എഴുതാം. അപ്പോൾ ബി എ dr/dt നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റേഡിയസ് ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2r എന്ന് കിട്ടും. അപ്പോൾ 2BA dr/dt എന്ന് കിട്ടും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വരിക. അപ്പോൾ 2 × മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 50. ക്വസ്റ്റ്യൻ കൂടെ വായിച്ച് നോക്കണേ. 50 മില്ലി ടെസ്ല. The radius of the loop made to shrink at the rate of 1 millimeter second. അപ്പോൾ dr/dt 1 millimeter second ആണ്. ഓക്കെ, 4 centimeter ആണ് റേഡിയസ് ഇൻസ്റ്റൻറ്റിൽ. അപ്പോൾ 50 മില്ലി 10⁻³ BA അല്ല ആറാണ്. 2BR. ആറ് എത്രയാണ്? 4 centimeter. അപ്പോൾ 10⁻². 1 millimeter per second. അപ്പോൾ 10⁻³ dr/dt 1 millimeter per second ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2 × 50 100 10⁻³ 10⁻³ എന്താവും? 10⁻6 ആയി അല്ലേ. 10⁻6 10⁻8 പിന്നെ ഇത് 10⁻². അപ്പോൾ 10⁻6 × 4. അപ്പോൾ എത്ര കിട്ടുക? 4 മൈക്രോ വോൾട്ട്. ഓക്കെ, പൈ ഉണ്ട്. പൈ നമ്മൾ നേരത്തെ വിട്ടുപോയിട്ടുണ്ട്. പൈ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് ദി ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സി ഈസ് ദി ആൻസർ. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ഓപ്ഷൻ എ ഇൻ ദ സെയിം ഫേസ് പെർപെൻഡിക്കുലർ. അറിയാമല്ലോ. അപ്പോൾ സെയിം ഫേസ് ആണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. നോക്കൂ, 9th ക്വസ്റ്റ്യൻ. 2 beams A and B. ഇത് നമ്മളിപ്പോൾ സെറ്റ് 1ൽ ചെയ്തു. നമുക്ക് ഇത് റോങ് ആണ്. ആൻസർ കിട്ടിയിരിക്കുന്നത് 1/3. ഓക്കെ, അതായിരുന്നു ആൻസർ കിട്ടിയിരിക്കുന്നത്. റൂട്ട് എടുക്കുമ്പോൾ 1/9 റൂട്ട് എടുക്കുമ്പോൾ 1/3. ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ദി ആൻസർ. 10th ക്വസ്റ്റ്യൻ നോക്കൂ. ദ വേവ് അസോസിയേറ്റഡ് വിത്ത് ഇത് നമ്മുടെ പേപ്പർ 1ൽ ചെയ്ത് കഴിഞ്ഞു. സെയിം മൊമെൻ്റ് ആവണം. സെറ്റ് 1ൽ ചെയ്തു. മൊമെൻ്റ് ആണ് ആവേണ്ടത്. അപ്പോൾ എ ആണ് കറക്റ്റ്. പിന്നെ ജെർമേനിയം സ്റ്റോപ്പ്ഡ് വിത്ത് ആർസെനിക്. അപ്പോൾ എന്താ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻക്രീസസ്. ഓപ്ഷൻ ബി ആൻസർ. അത് റിപ്പീറ്റ് ചെയ്ത് വന്നു സെറ്റ് 1ലും സെറ്റ് 2ലും. യെസ്, ഇതും അത് റിപ്പീറ്റ് ചെയ്ത് വന്ന. അപ്പോൾ അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓപ്ഷൻ സി അല്ലേ. സെക്കൻഡ് ബാൾമർ സീരീസാണ്. അപ്പോൾ NF = NA = 4. ഇത് എഴുതിയിരിക്കുന്നതൊന്ന് നോക്കണ്ടേ. ഓക്കെ, നോക്കൂ. 13th ക്വസ്റ്റ്യൻ. പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറേഴ്സ് കനോട്ട് പ്രൊഡ്യൂസ് റിയൽ ഇമേജ് അണ്ടർ എനി സർക്കംഫറൻസസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സെറ്റ് എയിൽ. അപ്പോൾ ഇത് റോങ് ആണ്. അങ്ങനെ ആവാം. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ വിർച്വൽ ഇമേജ് കനോട്ട്. വിർച്വൽ ഇമേജ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. പിന്നെ 2 long parallel wires freely suspended and connected in series to a battery move apart. അതറിയാം. പാരലായിട്ട് വെച്ചിട്ട് അത് സെല്ലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? കറണ്ട് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ റിപ്പൽ ഈച്ച് അതർ ആണ്. അപ്പോൾ മൂവ് അപ്പാർട്ടാണ്. കറക്റ്റാണത്. പിന്നെ ഇത് 2 വയേഴ്സ് സെയിം ഡയറക്ഷനിൽ കറണ്ട് പോകുന്നതെങ്കിൽ അട്രാക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ റിപ്പൽഷനും. അപ്പോൾ അത് എ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. എ അത് നമ്മൾ സെറ്റ് എയിൽ ഡിസ്കസ് ചെയ്ത. ഇതും അതെ, സെറ്റ് എയിൽ ഡിസ്കസ് ചെയ്ത എ. കാരണം ഫോട്ടോ ഇലക്ട്രിക് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുകിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയെ. ഇത് ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ എ അല്ല. നോക്കൂ, അത് നമ്മൾ സെറ്റ് 1ൽ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് in photoelectric effect, the kinetic energy of the emitted photoelectrons increases with the increase in the intensity of incident radiation.
അപ്പോൾ ഇൻക്രീസ് ചെയ്യില്ല, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യില്ല, ഇൻറ്റൻസിറ്റി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് റോങ്, ശരിയാണ്. ഫോട്ടോഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത്. ഫോട്ടോഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റിനെയാണ്. അപ്പോൾ രണ്ടും റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. നോക്കൂ, 16th നമ്മൾ ഡിസ്കസ് ചെയ്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാക്സിമം ആവുന്ന ഇതാണ്. അപ്പോൾ ഓപ്ഷൻ 2 കറക്റ്റാണ്. ഓപ്ഷൻ എ സെറ്റ് 1 ഡിസ്കസ് ചെയ്താണ്. യെസ്, നെക്സ്റ്റ് നമുക്ക് അപ്പോൾ സെറ്റ് 2 ഇത്രയേ ഉള്ളൂ. ഇനി സെറ്റ് 3യിലേക്ക് പോവാം. ഇതാണ് സെറ്റ് 3. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ശരിയായിക്കണമെന്നില്ലേ ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഞാൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി, യാതൊരു സംശയമില്ല, അത് നമ്മൾ സെറ്റ് 1 ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്. 3 സ്മോൾ ചാർജ്ഡ് സ്പീയേഴ്സ് XYZ carrying plus Q minus Q plus Q plus Q minus Q plus Q respectively are placed equidistant from each other as shown in the figure. The spheres Y and Z are held in place. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്പിയേഴ്സ് അല്ലേ. നിങ്ങൾ നോക്കിക്കോണേ ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് സ്പിയേഴ്സ്, ഇക്വിഡിസ്റ്റൻ്റ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇക്ലാറ്ററൽ ട്രയാങ്കിൾ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും വൈയും സെഡും, ഈ വൈയും സെഡും ഫിക്സ്ഡ് ആണ്, അനങ്ങുന്നില്ല. പിന്നെ ചാർജ് വെച്ചിരിക്കുന്നത് ഇതിന് XYZ. അപ്പോൾ ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ ആണ്, ഇത് പ്ലസ് ക്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ എന്താ, ഇനീഷ്യലി എക്സ് ഈസ് ഓൾസോ ഹെൽഡ് ഇൻ പ്ലേസ്. എക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, ബട്ട് ഇൻ അതർവൈസ് ഫ്രീ ടു മൂവ്. ഇത് പക്ഷേ ഇനീഷ്യലി ഇവിടെ വെച്ചു, പിന്നെ ഫ്രീ ടു മൂവ് ആണ്. വെൻ എക്സ് ഈസ് റിലീസ് ദ പാത്ത് ഫോളോഡ് ബൈ ഇറ്റ് വിൽ ബി. എക്സ് റിലീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ എക്സിൽ ആക്ട് ചെയ്യുന്ന, ഇതിപ്പോൾ എക്സിൽ ആക്ട് ചെയ്ത് ഒരു പേപ്പറിലാവട്ടെ വെച്ചിരിക്കാൻ നിങ്ങൾ വിചാരിക്കുക, ഫ്രിക്ഷൻ ഇല്ലാത്ത. അപ്പോൾ എക്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എക്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കാണാം. ഇതെന്താ, ഈ പ്ലസ് ക്യൂ ഇതിനെ റിപ്പൽ ചെയ്യും, ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, ഫോഴ്സ് എഫ്. പിന്നെ ഈ മൈനസ് ക്യൂ ഇതിനെന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഫോഴ്സ്. അപ്പോൾ ഇത് 60 ആയതുകൊണ്ട് ഇത് 120 ആണല്ലോ. 120 ആണ്. ഇത് രണ്ടും ഐഡൻറ്റിക്കൽ ഫോഴ്സസാണ്, മാഗ്നിറ്റ്യൂഡ് സെയിമാണ് കേട്ടോ. അപ്പോൾ എന്താ, 120 ആണ്, നിങ്ങൾക്കറിയാം റിസൾട്ടൻ്റ് അത് തന്നെയായിരിക്കും, ഇങ്ങനെ ഉണ്ടാവും ഫോഴ്സ്. ഓക്കെ, അങ്ങനെ ഉണ്ടാവും, ഇനീഷ്യലി ഇങ്ങനെ ഉണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അത് ഇങ്ങനെ തന്നെ പോകുന്നു, ഈ ഇനീഷ്യലി ഈ ക്യൂ ഇങ്ങനെ തന്നെ പോകും, ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് വരിക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കാമെന്നോ, ഇത് ഇവിടെ എത്തിയെന്ന് വെച്ചോളൂ, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയാവും ഫോഴ്സ്. ഇത് അട്രാക്ഷൻ, ഇതെന്താ റിപ്പൾഷൻ. ഇത് ചെറുതും ശ്രദ്ധിക്കുക, ഇത് കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതും ആവും. അപ്പോൾ റിസൾട്ടൻ്റ് കേസ് ഇങ്ങനെയാവും. ഓക്കെ, അടുത്ത ഇൻസ്റ്റൻറ്റിലോ ഇവിടെ ആകുമ്പോൾ ഇത് കുറച്ച് ദൂരത്താവില്ലേ, ദൂരത്താകുമ്പോൾ ആ ഫോഴ്സ് നല്ലോണം കുറയും, ഇതോ നല്ലോണം കൂടും. അപ്പോൾ ഇങ്ങനെയാവും. അതുകൊണ്ട് ഇതിൻ്റെ ഈ എക്സിൻ്റെ മോഷൻ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഈ ബി ആണ് ആൻസർ വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഇനിയിപ്പോൾ മനസ്സിലായിക്കോ, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഏതാ ആൻസർ വരിക, ബി. ഇതാണ് ആൻസർ, നോ ഡൗട്ട്. ഇത് എഴുതണം. അപ്പോൾ ഇത് പലർക്കും ടഫായിട്ട് ഫീൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എ യൂണിഫോം സ്ട്രെയിറ്റ് വയർ കണ്ടക്ഷൻ ഇലക്ട്രോൺ മൂവ് എലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. കണ്ടക്ഷൻ ഇലക്ട്രോൺ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് എങ്ങോട്ടാ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ അല്ലേ, കറണ്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ മൈനസ് ഐ ക്യാപ്പിൽ. ലെറ്റ് electric field and J be the electric field and current density in the wire respectively. ഓക്കെ, അപ്പോൾ ഒരു വയറാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുക അല്ലേ. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റിംഗ്. ഇലക്ട്രോൺ ഇങ്ങനെയാണ് മൂവ് ചെയ്യുക, ഇലക്ട്രോൺ ഇങ്ങനെ. ഇവിടെ പറയുന്നത് കണ്ടക്ഷൻ ഇലക്ട്രോൺ മൂവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇലക്ട്രോൺ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങോട്ട് എന്താ, ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് മൈനസ് ഐ ക്യാപ്പിലാണ്. ഓക്കെ,
പിന്നെ നമ്മൾ കറണ്ട് മൂവ് ചെയ്യുന്നത് മൈനസ് ഐ ക്യാപ്പിലാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങോട്ടേക്ക്, അതാണ് ജെ. അപ്പോൾ വെക്ടർ കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ കറണ്ട് ഡയറക്ഷനാണ്. അപ്പം മൈനസ് ഐ ക്യാപ്പ് രണ്ടും. അപ്പോൾ ഇതാ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ല, സോറി, ഓപ്ഷൻ ബി അല്ലേ. ഇയും ജെയും ബോത്ത് ആർ എലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. Two charged particles P and Q, each having charge Q but of mass m1 and m2, are accelerated through the same potential difference V. They enter in a region of magnetic field perpendicular to V and describe circular path of radius. Okay, circular path and radius. അപ്പോൾ അത് നമ്മളറിയാം, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലാകുമ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ R = mv/qb. പക്ഷേ നമുക്കിവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടുണ്ട്, പിന്നെ പി എൻ ക്യു എന്തൊക്കെ തന്നു നോക്കൂ. പി എൻ ക്യു ഹാവിങ് ചാർജ് ക്യൂ ബട്ട് ഓഫ് മാസസ് ഡിഫറെൻ്റ് ആണ്, സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതറിയാം, ഈ മൊമെൻറ്റം, ഇത് മൊമെൻറ്റാണ്. പിന്നെ മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ √2m കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്യൂ ഇൻറ്റു വി ആണ്, ഒരു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് √2m/qv/qb എന്ന് കൊടുക്കുക. അവിടെയാണ് നിങ്ങളെ മിടുക്ക്. ഇത് അങ്ങനെ മാറ്റണം. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ്, ചാർജ് സെയിമാണ്, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ പൊട്ടൻഷ്യലും സെയിമാണ്, മാഗ്നറ്റിക് ഫീൽഡും സെയിമാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, ചാർജ് സെയിം, പൊട്ടൻഷ്യൽ സെയിം. അപ്പോൾ ഒന്നുമില്ല, R is proportional to √m. അപ്പോൾ രണ്ടെണ്ണമാണ് അല്ലേ, പിയും ക്യൂ. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പി ആൻഡ് ക്യൂ ഹാവിങ് മാസസ് m1 and m2. പിൻ്റെ തന്നിട്ടുണ്ട്. സ്കെപ്പ് ദ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് A and B റെസ്പെക്റ്റീവ്ലി. ദെൻ ഈക്വൽ ടു m1/m2 ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് R of P by R of Q is equal to Pൻ്റെത് m1ഉം Qൻ്റെത് m2 ആണ്, ഇങ്ങനെ കിട്ടി. പിന്നെ R of P എന്ന് വെച്ചാൽ എയും R of Q എന്ന് വെച്ചാൽ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ A/B is equal to √m1/m2 ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, A²/B² = m1/m2 ആവും. അപ്പോൾ നമുക്ക് m1/m2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A/B². ഓപ്ഷൻ ഏതാ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി, ദറ്റ് ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, അത് നമ്മൾ സെക്ഷൻ സെറ്റ് 1-ൽ ചെയ്തത് G/1000 വരും. ഇതും സെറ്റ് 1-ൽ ചെയ്തത് B. 7th ക്വസ്റ്റ്യൻ നോക്കാം, അത് നമ്മൾ ചെയ്തിട്ടില്ല. ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ് ഓഫ് ട്രാൻസ്ഫോമർ ഹാവ് 500 ടേൺസ് and 5000 turns respectively. The primary coil is connected to an AC source of 220 volt 50 Hz. The output across the secondary coil is. ഫ്രീക്വൻസി മാറുമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് അറിയാം, ES/EP സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് ബൈ പ്രൈമറി കോയിലെ വോൾട്ടേജ് = NS/NP ആണ്. അപ്പോൾ ES അവിടെ നിന്ന് കിട്ടി. എന്താ NS എത്രയാണ്? 5000. NPO 500 × 220 2200 വോൾട്ട് AC. അപ്പോൾ ഇതാ ഓപ്ഷൻ ഡി. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. The first scientist who produced and observed electromagnetic waves of wavelengths in the range 25 mm to 5 mm was. അത് JC Maxwell ആണ് ആൻസർ വരിക. ഒരു ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, എന്താ പറയുക, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ്, 9th ക്വസ്റ്റ്യൻ. The waves associated with a moving electron and a moving proton have. അത് നമ്മൾ സെറ്റ് 1-ലും സെറ്റ് 2-ലും ചെയ്തു. അപ്പോൾ മൊമെൻ്റ് ആണ് അത്. പിന്നെ ഇതും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, C 1/3. നെക്സ്റ്റ്, ഇത് റിപ്പീറ്റ് ചെയ്ത് 3-ലും വന്നിട്ടുണ്ട്. ഇതും അതെ, നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻക്രീസസ്. ഓക്കെ, അസേഷൻ റീസണും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ. അപ്പോൾ A വരും.
രണ്ടും മൂവ് പാർട്ടാണ്, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് റിപ്പൾഷൻ. സെറ്റ് 1 ഡിസ്കസ് ചെയ്താണ്. ഇത് ഓപ്ഷൻ ഡി വരും. എന്തുകൊണ്ടാണ്? രണ്ടും ചില സമയത്ത് റിയൽ ഇമേജ് ഉണ്ടാക്കും. ഇത് റിയൽ ഇമേജ് ഒബ്ജക്റ്റായിട്ട് എടുക്കാറുണ്ട്, വിർച്വൽ ഇമേജ് ഒബ്ജക്റ്റായിട്ട് എടുക്കാറുണ്ട്. രണ്ടും റോങ്. എന്താ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, ഐ വരും. ഇത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, അതെ ഇത് കംപ്ലീറ്റ് ചെയ്താ ടി. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻറ്റൻസിറ്റിയാണ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയെ, കൈനറ്റിക് എനർജി കേട്ടോ, ഡി വരും. യെസ്, ഇത്രയാണ് നമ്മുടെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 മൂന്നിലെയും MCQ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്.